അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഒത്തിരി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇച്ചിരി ഇടിയോർച്ച ഉണ്ടാക്കി തരണമെന്ന്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല. അപ്പം ഇന്ന് ഞാൻ രാവിലെ ഉപ്പ് നിറയെ നല്ല ഇറച്ചി കിട്ടും. അവർ ഈ നെയ്യും വേസ്റ്റും ഒക്കെ കൂട്ടിയാൽ തരും. ഞാൻ കട്ടപ്പനയ്ക്ക് രാവിലെ പോയി കുറച്ച് നല്ല ഇറച്ചി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം തയ്യാറായി ആക്കി നല്ലപോലെ ഉണങ്ങി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഇപ്പോൾ ഒരു 5-6 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ പുതിയതായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇന്ന് നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഓരോരോ കവറിൻ്റെ അകത്താണോ? 2 കവറിനകത്താക്കി മേടിച്ചത്. അപ്പോൾ ഇതാണ് മുതൽ. അതിനകത്ത് ഉണ്ട്, നെയ്യൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇതെല്ലാം നല്ല വൃത്തിയാക്കി എടുക്കണം. ഇത് നല്ല പീസാണേ. കുഴപ്പമില്ല അല്ലേ? അത് രാവിലെ പോവുകയും വേണം അല്ലേ? രാവിലെ ചെന്നാലേ കിട്ടുള്ളൂ. നല്ല ഇറച്ചിയാ. ഇത് നല്ല ഇറച്ചിയാ. ഇത് നല്ല ഇറച്ചിയാ. ആദ്യത്തെ ഇച്ചിരി നെയ്യൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ തെളിച്ച് ഇതിപ്പോൾ റെഡിയാക്കി നമ്മൾ വരണമെങ്കിൽ എല്ലാം അരിഞ്ഞ് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഇതിപ്പം വേസ്റ്റ് ഇപ്പോൾ 15 കിലോ മേടിച്ചതാണ്. അപ്പോൾ അതിനകത്ത് വേസ്റ്റ് തന്നെ ഒരു 1.5 കിലോ സാധനം പോകും. അത് കഴിഞ്ഞ് അതെല്ലാം അരിഞ്ഞ് പരമാവധി വെയിൽ കിട്ടത്തക്ക രീതിയിൽ ഇപ്പോൾ സമയം ഒരു 9:30 ആയി. അപ്പം നല്ലപോലെ വെയിലാകുമ്പോഴത്തേക്ക് കയറ്റി വെക്കണം, അല്ലെങ്കിൽ കേടാവും. കാക്ക കൊണ്ടുപോകാതെ നോക്കണം. അപ്പോൾ ഞാൻ അതിന് നെറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കുറേ ആൾക്കാർ ഓർഡർ ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പം ഇച്ചിരി ഉണങ്ങേണ്ടി വരും. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യമുള്ളവരൊക്കെ വിളിച്ചാൽ മതി. കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഇതിൻ്റെ പരിപാടികളാണ്. ഇത് നല്ല ഇറച്ചി കേട്ടോ. അതിനകത്ത് ചെറിയ വേസ്റ്റൊക്കെ വരും, അതെല്ലാം നമ്മൾ കളയണം. ഇങ്ങനെ ചെത്തിയേ ഇനി പാട വരുന്നത് ചെത്തി കളയണം. അല്ല ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇരുമ്പ് പോലെ ഇരിക്കും. ഇതുണ്ടല്ലോ. ഇതുണ്ടെങ്കിൽ നമുക്ക് കടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇറച്ചി ഉണങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് വേസ്റ്റുകൾ ഇടുകയില്ല. തൂക്കം നമുക്ക് കിട്ടും, പക്ഷേ അതിനകത്ത് ലാഭം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ആൾക്കാർ മേടിക്കുന്നവർക്കേ ഉപയോഗിക്കാൻ പറ്റാതെ വരും. എന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് ഉണ്ടാക്കി കൊടുക്കുള്ളൂ. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇറച്ചി ഉണങ്ങിയായിരുന്നു. കഴിഞ്ഞ വർഷം ഉണങ്ങിയില്ല, കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം പെരവാണിത് കൊണ്ടിരുന്നപ്പോഴും ഉണങ്ങി അല്ലേ? അന്ന് ചേട്ടായും പപ്പായും കൂടെ രാവിലെ പോയി ഒരു 30 കിലോ ഇറച്ചി ആദ്യം എടുത്തുന്നേ. 2-3 ബക്കറ്റ് നിറച്ചു അല്ലേ? നേരാ. നല്ല ഇറച്ചി. എന്നിട്ട് നീളത്തി കട്ട് ചെയ്യും, കനം കുറച്ചല്ലേ? അങ്ങനെ രക്തമയൊക്കെ രാവിലെ പോയി മേടിച്ചതല്ലേ. അത് ശകലം പോലും പാടെ നെയ്യും വരല്ലേ. കൈ നോക്കിക്കോണേ. അങ്ങനെ കണ്ടിച്ചിട്ട് നടുക്കൂടെ ഒരു കണ്ടീരും കൂടെ കണ്ടിക്കും അല്ലേ? കണ്ടോ? അങ്ങനെ കണ്ടിക്കുന്നേ. ഓക്കെ, എനിക്കറിയാം. കണ്ടോണ്ടിരുന്നോണ്ട് ചേട്ടായിക്ക് നല്ല എക്സ്പീരിയൻസ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. നമ്മൾ പൊന്നോൻ ഉണങ്ങി കൊടുത്ത ഇറച്ചി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അതിപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്നപ്പോ എനിക്ക് അതെടുത്ത് ഇത് ചെയ്തു തന്നു. ഇടിച്ച് സെറ്റാക്കി തന്നു. ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴൊക്കെ അല്ലേ ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുള്ളൂ. പുള്ളിക്കാരിക്ക് ഒരു തോന്നലൊക്കെ തോന്നണം ഇത് ഉണ്ടാക്കാനുള്ള. അതുമല്ല നമ്മള് വീട്ടിലുണ്ടാക്കുന്ന പോലെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കണ നല്ല ടൈമും വേണമല്ലോ. വേണം. ഇത് കുക്കിങ്ങിന് ചെല്ലുമ്പോ വേറെ ആൾക്കാരൊക്കെ ഉള്ളോണ്ടേ എപ്പോഴൊന്നും നമുക്ക് ചെയ്യാൻ മടിയാ. കുടുംബം മടുത്തോ? രാവിലെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞോ? ആണോ? കാപ്പി ഞാൻ കട്ടപ്പനയ്ക്ക് പോയിട്ട് വന്നിട്ട് കാപ്പി കുടിച്ചു. ചപ്പാത്തി, സാമ്പാർ എല്ലാം സെറ്റാക്കി.
അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി, ഇത് മൊത്തം സെറ്റാക്കി എടുക്കണം കേട്ടോ. ഒരു 3 മണിയാവുമോ? ഇല്ല, 3 മണി കഴിഞ്ഞാൽ പിന്നെ വെയിലില്ലല്ലോ. ഇന്ന് വെയിൽ അത്യാവശ്യം, ഇന്ന് വെയിൽ കൊള്ളിക്കണം അല്ലേ? വെയിൽ കൊള്ളിക്കണം. കാക്ക കൊണ്ടുപോകാതെ നോക്കണം, പൂച്ച കൊണ്ടുപോകാതെ നോക്കണം. ഞാൻ ഈ നെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണിക്കാവേ. കാണിക്കാം. ഇപ്പം ഈ നമ്മുടെ പെരയുടെ പുറത്തല്ലേ വെക്കുന്നേ. നല്ലൊരു പണിയാണ്. ഇനി അത് ഉണങ്ങുന്നോടം വരെ ഇടിയിലും നോക്കി 4 ദിവസത്തെ വെയിൽ കൊള്ളും. നല്ല വെയിലാണെങ്കിൽ 3 ദിവസം മതി, അല്ലായെങ്കിൽ 4 ദിവസത്തെ നല്ല ഉണക്കിനൊരു കുറവ് വരില്ല. ഉണക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ നമുക്ക് വെച്ചേക്കാൻ വെക്കുകയാണ്, പെട്ടെന്ന് പൂത്ത് കേടാവും. നമ്മൾ 2-3 പ്രാവശ്യം വീഡിയോ ചെയ്തായിരുന്നു. 2 പ്രാവശ്യം കാണിച്ചത് അല്ലേ, ഇടിയിറച്ചി ഉണ്ടാക്കുന്നതൊക്കെ. ഇതിപ്പം നമ്മളിപ്പോൾ ഒത്തിരി കാലമായി, മഴയായിരുന്നോണ്ടേ. അതെ. പിന്നെ അന്നേരം നമ്മളോട് ചോദിച്ചപ്പോഴൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു, മഴയായിരുന്നോണ്ട് ചോദിച്ചതാ. ഇതിങ്ങനെ ഇതുണ്ടോ, ഇതിനകത്ത് വേസ്റ്റ് ഒന്നുമില്ല. സെറ്റാക്കിയിട്ട് ഇതിനി ഉണങ്ങണം. അതിന്റെ ഉണങ്ങുന്നതിന് മുമ്പ് കുറെ പരിപാടി കൂടെ ഉണ്ട്, അത് നമുക്ക് കാണിക്കാം കേട്ടോ. നല്ല ഇറച്ചി. കൊള്ളാം. എന്നാ ബാക്കിയും കൂടെ ചെയ്യാം. കവറിന്റെ ഒക്കെ കിലുക്കം കേട്ടോണ്ട് വന്നത് എന്നാ പരിപാടി എന്നറിയാൻ വേണ്ടി. കൊച്ചിന് എനർജി ഉണ്ടാകാനായിട്ട് ഒരു സാധനം ഉണ്ടാക്കുവായിരുന്നു. എനർജി ഉണ്ടാകാൻ വേണ്ടിയോ? കൊച്ചിന്ന് രാവിലെ തൊട്ട് എഴുതുക പഠിക്കുമല്ലേ, അന്നേരം കൊച്ചിനും പപ്പായ്ക്കും ഒക്കെ ഇച്ചിരി എനർജി ഉണ്ടായിക്കോട്ടെ എന്നോർത്ത് ഞാൻ ഇച്ചിരി ജ്യൂസൊക്കെ കലക്കാനുള്ള പരിപാടിയാണ്. അത് രണ്ടും ഞാൻ കൊണ്ടുവന്നല്ലേ? അതെ, രണ്ടിൻ്റെ അകത്ത് തീർന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇച്ചിരി കൂടെ ഉണ്ടെന്നോ. വേറെ ഇരിപ്പില്ലേ? ഇല്ലില്ല, തീർന്നു. 2 പാക്കറ്റ് തീർന്നോ? അയ്യോ, ഇതൊക്കെ ആരാ കുടിച്ചേ? ഞങ്ങൾ കുടിച്ചു. ഏട്ടാ, ഞാൻ ആകപ്പാടെ 1-2 അവിടേക്കാളുടെ കുടിച്ചോളൂ കേട്ടോ. കൊച്ചു വെള്ളക്കുടത്തിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദാഹവും പ്രവേശമൊക്കെ ഇല്ലേ? അത് നേരാ. ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ ഒരു ഗ്ലാസ്സൊക്കെ ഉച്ച സമയത്തൊക്കെ തനിക്ക് കുടിക്കും. ഇച്ചിരി മധുരം കൂടി ഇട്ടേക്കാവേ. അതെ, പിന്നെ പുളിയായിരിക്കും. പിന്നെ പൊന്നുവിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് നമ്മുടെ മുസമ്പിയാണ്. മുസമ്പി ഇതിന് പുളിയാ, മധുരമല്ല. അതുകൊണ്ട് ഇനി അമ്മ പൊന്നു എല്ലാം അത് എടുത്തേ. അതൊരു വലിയ പെട്ടിക്കകത്ത് 5 പാക്കറ്റോ അങ്ങാണ്ടായിരുന്നു. അതെടുത്തത് ഞാനാ. ഞാനതൊരു സെറ്റായിട്ട് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എടുത്തതാ. അത് ഞാനങ്ങനെ നോക്കിയിട്ടല്ല എടുത്തത്, എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴ അമ്മ പറഞ്ഞു ഇനി പുളിയാ, ഇത് മധുരമുള്ളതല്ല, മധുരമുള്ള എടുക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഇനിയിപ്പൊ നീ പോകുന്ന ഉടനെ ഒന്നും പോകുമല്ലായിരിക്കുമല്ലോ, ചേച്ചി ആയിരിക്കുമല്ലോ കൊണ്ടുവരുന്നേ. അന്നേരം അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത് മുസമ്പിയുടെ സാധനം എനിക്ക് വേണ്ട, ഇതിന് ഭയങ്കര പുളിയാണ്. അതുകൊണ്ട് ഓറഞ്ചിന്റെയോ മാങ്കോയുടെയോ ഒക്കെ കൊണ്ടുവരണം. ഇത് കൊണ്ടുവന്ന പൊന്നുവിന്റെ പപ്പ മാത്രമേ ഇനി കുടിക്കുള്ളൂ. അറിയിപ്പ്. അയ്യോ, പപ്പ രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ആദ്യം തണുത്തൊക്കെ നിന്നാ പരിപാടി തുടങ്ങിയത്. ഇപ്പൊ അവിടെ വെയിലുണ്ടോ? ഇപ്പൊ ചെറിയ വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്നോട് പറയാം എനിക്ക് ദാഹിക്കുന്നു, ഇച്ചിരി വെള്ളം എടുത്തു തരാമോന്ന് ചോദിക്കും. എന്നിട്ട് ഞാനൊക്കെ പാവല്ലേ ഇച്ചിരി ജ്യൂസൊക്കെ കലക്കി കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഇത് 2 ഗ്ലാസ്സിലോട്ടാക്കി നല്ലോണം കലക്കിയിട്ട് കൊടുക്കല്ലേ, വയറ്റിൽ പിടിക്കും. കൊച്ചിന് വേണോ? ഞാൻ എന്നാ 2ാം കുടിയില്ലയോ? കൊള്ളാലോ. തണുപ്പ് വേണ്ടവർക്ക് ഒരു ഐസട്ടയും കൂടെ എടുത്തിട്ട് കുടിക്കുവാണേ. ഇങ്ങനെ കുടിച്ചെടുക്കുമ്പോൾ നല്ല കൂളായിട്ട് പോകും. പപ്പായ്ക്ക് തണുപ്പ് കൊടുക്കണ്ടോ? ഒന്നാമത്തെ ജലദോഷക്കുറവുണ്ട്. നമ്മുടെ ഇടുക്കിയിൽ ഉള്ളവർക്ക് കൂടുതലും തണുപ്പിന്റെ ആവശ്യമില്ല. രാവിലെ ഭയങ്കര തണുപ്പാ. ഇപ്പഴാ ഒന്ന് വെയിലൊക്കെ വന്ന് സത്യം ഒന്ന് സെറ്റ്. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ആണല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തണുപ്പാ. നിങ്ങൾ ഫാൻ ഇടും അല്ലേ? ഇടയ്ക്ക് ഫാൻ ഇടും, പക്ഷെ എന്തോ ഒരു പ്രത്യേക കാലാവസ്ഥ. ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങക്ക് തണുപ്പാ. അത് പ്രത്യേക കാലാവസ്ഥയുടെ അല്ല, നവംബർ ഡിസംബർ ആ മാസങ്ങളിൽ തണുപ്പ് കൂടുതലുള്ള മാസങ്ങളാണ് എല്ലാ വർഷവും. കൊച്ചി ഇതൊന്നും അറിയാതെ രാവിലെ കമ്പളിക്കകത്ത് നേക്കുന്നു, വല്ലതും കഴിക്കുന്നു, ബാഗ് എടുത്ത് തോളയിൽ ഇടുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ ഇരിക്കുന്നു, തണുപ്പടിക്കുന്നു. പിന്നെ
അതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല. ഇനിയിപ്പം പയ്യെ പയ്യെ അറിഞ്ഞോളൂ. മുന്നോട്ടുള്ള ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, തുണി ഇളക്കണം, കഴിക്കണം, റൂം വൃത്തിയാക്കണം, എന്തെല്ലാം കാര്യങ്ങളാ കൊച്ചു തന്നെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മോനു എല്ലാം എടുത്ത് കൈവശത്ത് കൊണ്ട് കൊടുത്തോണ്ടിരുന്ന ഇപ്പൊ ഓരോന്നോരോന്ന് തന്നെ ചെയ്യുമ്പോ വൈകിട്ട് വിളിക്കുമ്പോ പറയാം, അമ്മേ ഞാനിന്ന് ഷർട്ടും പാൻറ്റും അലക്കിയിട്ടു കേട്ടോ, ഞാൻ തന്നെ അലക്കിയ, മോൻ തന്നെ അലക്കിയെന്ന്. ചിരി വരും. അപ്പൊ ഇങ്ങോട്ട് കൊടുത്തിട്ട് വരാവേ. ജ്യൂസൊക്കെ കുടിക്കും രാവിലെ തൊട്ട് അല്ലേ? രാവിലെ തൊട്ട് രാവിലെ മധുരണ്ടോ? ഞാൻ മധുരം നോക്കിയില്ലായിരുന്നു. ഓ പരവേറ്റപ്പെട്ടു പോയി കേട്ടോ. ഇച്ചിരി കൂടെ കുടിച്ചോട്ടെന്നപ്പോ 2 ഗ്ലാസ്സിൽ കൊണ്ടുവന്നത്. പോലെ ഉണ്ടോ? ഇത്രയും സാധനം പകുതി നമ്മൾ കൈകാര്യം ചെയ്തപ്പോൾ ഇത്രയും വേസ്റ്റായി. 1 കിലോ മിച്ചമായി വേസ്റ്റ്. ഇത്രയും വേസ്റ്റ് വന്നു. അപ്പം മൊത്തത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ 2-2.5 കിലോ വേസ്റ്റ് പോകും. ഇപ്പൊ ഒരു 15 കിലോ ഇറച്ചി എടുത്താൽ ഒരു 3 കിലോ വേസ്റ്റും പോയിട്ട് ബാക്കി കിട്ടുള്ളൂ. നഷ്ടമാണല്ലോ. കാരണോട് പറയണം വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് തരാം. അത്രയും വേസ്റ്റ് കളഞ്ഞിട്ട് അവര് തരികയല്ലേ? പിന്നെ അവരിത് ചില്ലറ കൊടുക്കുമ്പോൾ ഇതെല്ലാം കൊടുത്തു. എന്നാണെങ്കിലും വേസ്റ്റ് ഇച്ചിരി ഉള്ളത് നല്ലതാണ്. എന്നാന്നറിയാവോ, നമ്മുടെ പിങ്കിക്ക് സേറമൊക്കെ സുഖമാവും. പിങ്കിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, സേറയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ബീഫിൻ്റെ ഒത്തിരി നെയ്യ് കൊടുക്കാൻ പറ്റിയല്ല ഡോഗുകൾക്ക്. അവർക്കും ഫാറ്റ് അടിയൂലോ. അലുവ പോലെ ഇനി ഇതിന് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇത് നല്ല തെളിച്ചെടുത്തേക്കുന്നുണ്ടോ? വേസ്റ്റ് എല്ലാം നെയ്യെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് തരുന്നു. എക്സ്പേർട്ടായി. നമ്മളിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ. പൊന്നു ഉണ്ടായി അവള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ശകലിച്ചേർത്ത് അവൾക്ക് ഉണക്കയിറച്ചി വേണമായിരുന്നു. ഉണക്കയിറച്ചി ഒരു പ്രാവശ്യം അവൾക്ക് കൊടുത്തു. അതിൽ പിന്നെ അവള് ഉണക്കയിറച്ചി കൊണ്ടൊരു ചോറിന്. അത് ശരി. അങ്ങനെ പിന്നെ നമ്മൾ സ്ഥിരം ഉണങ്ങി വെക്കാൻ പറ്റും. അവളെ തന്ത്രം പഠിപ്പിച്ചു. അത് അവൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മള് ഉണക്കയിറച്ചി എടുത്തിട്ട് അത് ചെറുതായിട്ട് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് മിക്സിക്കകത്തിട്ട് പൊടിക്കും. മിക്സിക്കകത്തിട്ട് പൊടിച്ചിട്ട് അതിൽ ഇച്ചിരി ചോറും ഇട്ട് ഒരു ശകലം നെയ്യും കൂടി ഇട്ട് ഇളക്കി അങ്ങനെ ചോറ് കൊടുക്കേണ്ടത്. എന്നാലേ കഴിക്കുള്ളൂ. അല്ലാതെ ഇച്ചിരി ചോറ് തന്നെ എടുത്ത് കൊടുത്താൽ ചൂണ്ടിക്കാണിക്കും, മിക്സി ചൂണ്ടിക്കാണിക്കുമായിരുന്നു ഇങ്ങനെ, അതിലെനിക്ക് വേണമെന്ന്. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അതങ്ങനെ പഠിപ്പിച്ചിട്ടാ തന്നെ ചോറൊക്കെ ഇച്ചിരി ഇളക്കി വാരിയിട്ട് കൊടുത്താ. ഉണക്കയിറച്ചി പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനം. ടേസ്റ്റ് അല്ലേ? ടേസ്റ്റിയാണ്. ചതച്ചു കൊടുക്കണം നല്ലപോലെ കൊച്ചു പിള്ളേർക്ക്. എനിക്കും ഇഷ്ടമാ. എനിക്കും ഇഷ്ടമാ. ഇപ്പൊ കൊടുക്കാൻ കാണുമോ? കൊടുക്കാൻ കാണുമോ? എന്തായാലും ഉണങ്ങുന്നതല്ലേ. അന്നേരം നമ്മളൊരു ടേസ്റ്റ് നോക്കാൻ ഒരു ശകലം നമ്മൾ കഴിച്ചിട്ടല്ലേ അല്ലേ? അതെ അതെ. ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ട് വേണം. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞോ? അപ്പൊ അത് കഴിഞ്ഞോ? ആണോ? ഇത്രയും സാധനം നമുക്ക് വേസ്റ്റ് ആയി. 15 കിലോ മേടിച്ചതിനകത്ത് ഒരു 3 കിലോയ്ക്ക് അടുത്തുണ്ട്. അത്രയും സാധനം. അപ്പോൾ അത് എവിടുന്ന് മേടിച്ചാലും ആ വേസ്റ്റ് വരും. അവരങ്ങനെ തരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലേശം മുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ഇട്ട് തിരുമി നല്ലപോലെ തിരുമി ഉണക്കണം. അപ്പോൾ ചിലർ പച്ചക്കുരുമുളക് ചേർക്കും. പച്ചക്കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു നേരിയ കയ്പിൻ്റെ അംശമാണ്. ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, പിന്നെ ഇത് മുളക് പൊടി. അപ്പോൾ അത്രയിട്ട് തിരുമി നമുക്ക് റെഡിയാക്കി വെക്കാം. അങ്ങനെ തിരുമും. ഉപ്പ് ഇത്തിരി കൂടുതലാണോ? ഇച്ചിരി കൂടുതലാണ്. ഒത്തിരി ഉപ്പിടണ്ട. എന്നാ അത് കളഞ്ഞേക്ക്. ഒരുപാട് വേണം.
മഞ്ഞപ്പൊടി. ഇങ്ങനെയാണ് അത് ഇളക്കുന്നത് അല്ലേ? അത് ഇളക്കിയിട്ട് വെയിലത്ത് വെക്കണം. നമ്മളൊരു 15 കിലോ മേടിച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി ഒരു കഷ്ടി 3 കിലോയെ കിട്ടും. അതേസമയം നല്ല ഇറച്ചിയായിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ 4 കിലോയ്ക്ക് 1 കിലോ കിട്ടും. 4 കിലോ പച്ചയിറച്ചിക്ക് 1 കിലോ ഉണക്കിയിറച്ചി. ഇവിടെ അങ്ങനെ കിട്ടുക. നമ്മുടെ മഞ്ഞപ്പൊടി പൊടിച്ചതാണ് കേട്ടോ. അത്രയൊന്നും മതി. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇളക്കുന്നു. നല്ലപോലെ ഇളക്കിയിട്ട് പിടിക്കണം ആ ഇറച്ചിയല്ലേ? ഇപ്പം ഇത് നേരിട്ട് ടെറസേ വെക്കാൻ ഒക്കുകയല്ല. അല്ലെ പിന്നെ വല്ല വള്ളിയൊക്കെ കെട്ടി ഉണങ്ങണം. ഇത് ചിലർ വെയിലത്ത് വെച്ചുണങ്ങും, ചിലർ പുകപ്പരയിൽ വെച്ചുണങ്ങും. പുകപ്പരയിൽ വെച്ചുണങ്ങുന്നതാണ് നല്ലത്. പുകയുണ്ടെങ്കിൽ അടുപ്പെങ്കിൽ നമ്മുടെ ചിമ്മിനിക്കകത്ത് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യമൊക്കെ ഉണക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്കതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വെയിലത്ത് വെച്ചാൽ ഉണങ്ങുന്നത്. വെയിലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാണാൻ കളറും കിട്ടും വെയിലത്ത് വെച്ച്. അതെ. അപ്പം നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി ഈ ഒരു പരിപാടി ചെയ്തിട്ട് 1.5 വർഷമായിട്ട്. ഈ പെര പണിതുകൊണ്ടിരുന്നപ്പോ നമ്മൾ ഷെഡിലായിരുന്നു അപ്പൊ ചെയ്തതാ. അന്ന് പൊന്നൂന് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചെയ്തതാ. അതനുസരിച്ച് പൊന്നൂന് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരുപാട് പേര് ഇച്ചിരി ഉണ്ടാക്കി തരാവുന്നു. അതെ. അപ്പോൾ അവർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പിന്നെ അപ്പം ഇതൊരു 3-4 ദിവസത്തിനുള്ളിൽ ആകും. അപ്പം വേണ്ടവരെല്ലാം നമുക്ക് വിളിച്ചാൽ മതി, മെസ്സേജോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. കൂടുതലായിട്ട് വേണേൽ നമ്മൾ എടുത്ത് നല്ലപോലെ വൃത്തിയായിട്ട്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇത്രയും ഇറച്ചി നമ്മൾ മേടിച്ചോണ്ട് വന്നതിനകത്ത് ഇത്രയും വേസ്റ്റ് കളഞ്ഞു. വേസ്റ്റ് ഒന്നും ഇടാതെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അതെ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുണ്ട്. വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. ഓൺ ദ വേ അയച്ചു തരുന്നതായിരിക്കും. അതെ. അപ്പം ഇങ്ങനെ മിക്സായി. അപ്പോൾ ഇനി നമുക്കിത് ഉണങ്ങാനുള്ള സംവിധാനം മണ്ടലുണ്ടാക്കണം. അതേപോലെ നെറ്റും വെച്ചില്ല. ടെറസ നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണൽ കഴിയും. ഒരിക്കലും ടെറസ നേരിട്ട് വെക്കരുത്, പേപ്പറേ വെക്കരുത്. പേപ്പർ ഒട്ടിപ്പിടിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കും. പോയി കഴുകിട്ട് നെറ്റ് ശരിയാക്കാം. നെറ്റൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ടല്ലേ മണത്തേക്ക് പറ്റും. അവിടെ പിടിച്ചോണേ. ഇങ്ങനെ വെക്കാം. നെറ്റ് കാണത്തില്ല, വെയിലല്ലേ. അതിന്റെ മണ്ടയിലാണല്ലോ നമ്മൾ വെക്കുന്നേ. ഇതിന്റെ മണ്ടയിലാണോ നമ്മൾ വെക്കുന്നേ? അപ്പൊ ഈ കാക്ക കൊണ്ടുപോകത്തില്ലേ? നോക്കാം, കാക്കശല്യം ഉണ്ടെങ്കിൽ വല്ല നെറ്റ് വേണം. വെയിറ്റ് വെക്കണോ അല്ലേ? പുതിയ നെറ്റ് ആയോണ്ടേ ചുരുണ്ടു പോവും. അയ്യോ, ഇവിടെ ഒരു 5 മിനിറ്റ് നിന്നിട്ടുണ്ടാ നമ്മള് തല ഇറങ്ങി പോവുമല്ലോ. അങ്ങനെ 2 സൈഡിലും കട്ടയൊക്കെ വെക്കണം. സെറ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ വെച്ചാൽ മതി, മണ്ണൊന്നും പറ്റാതെ. മടുത്ത് കൂട്ടമ്മൻ. അയ്യോ, ഒരു സൈഡിൽ നിന്ന് ഓരോന്ന് വെക്കണം. ഇങ്ങനെ വെക്കണം. 2 സൈഡിൽ നിന്ന് അടിയിൽ നിന്നുള്ള ചൂട് കൂടെ കിട്ടും. കുറച്ചേ ഉണ്ടാക്കിയുള്ളേലും ഒത്തിരി ഉണ്ടാക്കിയാലും ഇതിന്റെ പുറകിൽ നല്ലൊരു പണിയുണ്ട്, അധ്വാനമാണ്. ഇതാകുമ്പോ അതിന്റെ നെയ്യെല്ലാം വെയിലടിച്ച്, നെയ്യ് അധികം ഇല്ല എന്നാലും ബീഫിനൊരിതുണ്ടല്ലോ, അതങ്ങ് പോകും. ഇത് വെക്കിച്ച് ഭയങ്കര പണിയല്ലേ. അയ്യോ, ഇപ്പൊ 2 പേരൂടെ സെറ്റാക്കുക. അതല്ല പൂച്ചയോ കാക്കയോ വല്ലതും കൊണ്ടുപോയാൽ
കുട്ടമ്മോൻ അരിശവും കൂടെ വരും. അതെ അതെ. നമ്മുടെ ഇവിടെ പൊതുവെ കാക്ക കുറവാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പേടിക്കാനില്ല. പക്ഷെ പൂച്ചയുണ്ടേ. പൂച്ച ഗോവണി വഴി കയറി വരുമോ? പൂച്ച കാപ്പിയെ കൂടെ കയറുമല്ലോ. അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് ഒറ്റ ചാട്ടം ചാടും. പിന്നെ നല്ല പോത്തിറച്ചിയുടെ മണം പൂച്ചക്ക് കിട്ടുമ്പോ എതിരെയാലും കയറാവുന്ന പൂച്ച നോക്കും. ഇവരെനിക്കിട്ട് വെക്കുന്നതാണോന്ന് എനിക്കൊരു തോന്നിച്ചേണ്ടേ. അയ്യോ, 2 ദിവസം ഈ വെയിൽ ഇതുപോലെ കൊണ്ടു കഴിഞ്ഞാൽ തലവേദന ഉറപ്പാട്ടോ. പക്ഷെ നല്ല വെയിലുണ്ട്. രാവിലത്തെ ആ തണുപ്പ് ഒക്കെ അങ്ങ് പോയി. മഞ്ഞ് വരുന്ന എന്നതിനെന്നറിയോ? ഇത്രയും വെയിൽ വരാൻ വേണ്ടിയാ. ഇതെല്ലാം നമ്മൾ നടുക്കിയിട്ട് കാണിച്ചു തരാം. ആ കിട്ടും കിട്ടും, കുഴപ്പമില്ല. ഇനി ഒരു 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ കയറി ഒന്ന് തിരിച്ചു വെക്കുക. വൈകിട്ട് എടുത്ത് കഴിക്കാത്ത കൊണ്ട് വെക്കുക. വീണ്ടും നാളെ നിരത്തുക. അങ്ങനെ 2-3 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നല്ലപോലെ ഉണങ്ങി കിട്ടും. ഇത്രയും നല്ല സെറ്റാക്കി ഞങ്ങൾ അടുക്കി. നമ്മൾ ഇച്ചിരി വെയിലടിച്ചാലും വെയിലുള്ളപ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ വെയിലൊന്നും സാരമില്ല. വെയിലത്ത് കരിഞ്ഞു പോകുന്ന പാർട്ടികളൊന്നും അല്ല നമ്മൾ. ഇല്ല, കരിയും, ചിലപ്പോൾ കരി കുറയുന്ന. അതെ അതെ, നല്ലതായിട്ട് ഉണക്കാനായിട്ട് അങ്ങ് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇതിൻ്റെ വെള്ളം വലിയും. എന്നാ ഇറങ്ങിയാലോ? ഇരിക്കുന്നതാണ് നല്ലത്. ആ, നല്ല ഭംഗിയുണ്ടല്ലേ. കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇടിച്ച് വറുത്ത് കഴിക്കാം, ചുട്ട് കഴിക്കാം, എങ്ങനെ വെള്ളം കഴിക്കാം. മറ്റേ പുളിയൊക്കെ ഇതുപോലെ ഉണങ്ങാൻ വെക്കത്തില്ലേ? വാളംപുളി അതുപോലെ. വാ ഇറങ്ങാം.